ചിന്നക്കനാലിൽ പതിറ്റാണ്ടുകളായി സ്വകാര്യ കമ്പനിയുടെ കൈവശമിരുന്ന കോടികൾ വിലമതിക്കുന്ന സർക്കാർ ഭൂമി വനംവകുപ്പ് അതിസാഹസികമായി ഏറ്റെടുത്തു. അതീവ പാരിസ്ഥിതിക പ്രാധാന്യമുള്ളതും വന്യമൃഗങ്ങളുടെ പ്രധാന ആവാസ കേന്ദ്രവുമായ 42.72 ഹെക്ടർ ഭൂമിയാണ് ഹൈക്കോടതി വിധി വന്ന് 39 വർഷങ്ങൾക്ക് ശേഷം വനംവകുപ്പ് ഔദ്യോഗികമായി കൈവശപ്പെടുത്തിയത്. വനംവകുപ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ റിക്കവറികളിലൊന്നാണ് ഇപ്പോൾ മൂന്നാർ ചിന്നക്കനാലിൽ പൂർത്തിയായിരിക്കുന്നത്. വിപണിയിൽ കോടികൾ വിലമതിക്കുന്ന അതീവ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള ചോലവനങ്ങളും പുൽമേടുകളും നിറഞ്ഞ ഭൂമിയാണ് വനംവകുപ്പ് അതിസാഹസികമായി സ്വകാര്യ കമ്പനിയിൽ നിന്ന് തിരിച്ചുപിടിച്ചിരിക്കുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ മാസങ്ങൾ നീണ്ട കഠിനമായ രഹസ്യ സർവേക്കൊടുവിലാണ് സർവേ നമ്പറുകളായ 355, 479, 353, 482, 361 എന്നിവയിലുൾപ്പെട്ട ഈ ഭൂമി കമ്പനിയുടെ പട്ടയത്തിൽ നിന്ന് പൂർണ്ണമായി കുറവ് ചെയ്ത വനംവകുപ്പിന്റെ അധീനതയിലാക്കിയത്. 1971 കേരള ഗവൺമെന്റിന്റെ കേരള പ്രൈവറ്റ് ഫോറസ്റ്റ് ടെസ്റ്റഡ് ആൻഡ് അസൈൻമെന്റ് ആക്ട് പ്രകാരമാണ് ഈ സ്ഥലം 1975 സർക്കാർ ഏറ്റെടുക്കുന്നത്. 1975 തന്നെ ഹാരിസൺ മലയാളം ലിമിറ്റഡ് കമ്പനി ഇതിനെതിരെ കേസിന് പോവുകയും 1987 ഹൈക്കോടതി 168 ഹെക്ടർ സ്ഥലം ഹാരിസൺ മലയാളം കമ്പനിക്കും 42 ഹെക്ടർ സ്ഥലം വനം വകുപ്പിനും ഏറ്റെടുക്കണം എന്ന് അന്തിമ വിധി പറയുകയും ചെയ്തു. ഈ വിധിയുടെ അടിസ്ഥാനത്തിലുള്ള 40 ഹെക്ടർ സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഈ സ്ഥലം അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ളതും കടുവ, ആന തുടങ്ങിയ വന്യജീവികളുടെ സ്ഥിര സാന്നിധ്യമുള്ള സ്ഥലമാണ്. പശ്ചിമഘട്ട മലനിരകളിലെ ഏറ്റവും ഉയർന്ന മേഖലകളിൽ വരുന്ന സ്ഥലങ്ങളിലൊന്നാണ് ഈ കൊളുക്കുമല വരുന്ന ഈ പ്രദേശം. സ്ഥലത്തിന്റെ മൂല്യം അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള സ്ഥലമാണ്. ഇവിടെയൊക്കെ സെന്റിന് 5 ലക്ഷം തൊട്ട് 10 ലക്ഷം രൂപ വിലയുള്ള സ്ഥലങ്ങളും റിസോർട്ടുകൾ സജീവവും നിരവധിയായിട്ടുള്ള സ്ഥലങ്ങളുമാണ്. ഈ സ്ഥലം തന്നെ നമ്മളൊരു ടെന്റ് ക്യാമ്പിംഗ് നടത്തിയിരുന്ന സ്ഥലമാണ് ഒഴിപ്പിച്ച് ഏറ്റെടുത്തത്. കടുത്ത എതിർപ്പുകളെ മറികടന്ന ഉദ്യോഗസ്ഥർ ഈ ഭൂമിയിൽ വനംവകുപ്പിന്റെ ജെണ്ടകളും ബോർഡുകളും സ്ഥാപിച്ചു കഴിഞ്ഞു. ഭൂമാഫിയകൾക്കും വൻകിട കമ്പനികൾക്കും സർക്കാർ നൽകുന്ന ശക്തമായ ഒരു മുന്നറിയിപ്പാണ് ചിന്നക്കനാലിലെ ഈ വനംവകുപ്പ് നടപടി. ഇടുക്കി വിഷൻ ന്യൂസ്, ഉടുമ്പൻചോല.